ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോണറ്റ് 29 എന്ന ഷേക്സ്പിയറിൻ്റെ കവിതയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ കവിതയുടെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നമ്മൾ നടത്തി. ഇനി സ്റ്റഡി മെറ്റീരിയലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അഥവാ പാരഫ്രൈസ് എന്ന ഒരു സബ് ടൈറ്റിലിന് കീഴിലുള്ള എക്സ്പ്ലനേഷൻ, കവിതയുടെ എക്സ്പ്ലനേഷനാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. പാരഫ്രൈസ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ കവിത ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ വ്യാഖ്യാനമാണ് വായിക്കാൻ പോകുന്നത്. When I am in disgrace with everyone and my luck has deserted me. When I am in disgrace with everyone, എല്ലാവരുമായി ഞാൻ അപമാനിതനായപ്പോൾ, and my luck has deserted me, എൻ്റെ ഭാഗ്യം എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ, I remain all alone, ഞാൻ പൂർണ്ണമായി ഏകനായിക്കൊണ്ടിരുന്നു. and cry about, ഞാൻ കരഞ്ഞു, about the fact, ഒരു സത്യത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ കരയുകയാണ് ചെയ്തത്. അതായത് കവിതയുടെ വ്യാഖ്യാനാണ് പറയണത്. അപ്പോൾ ആ കവിതയിലെ വരികളുടെ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. കവി പറയാണ്, ഐ റിമെയിൻ ഓൾ അലോൺ, ഞാൻ പൂർണ്ണമായും ഏകാന്തനായി. ആൻഡ് ക്രൈ അബൌട്ട് ദ ഫാക്ട്, ഒരു സത്യത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ കരഞ്ഞു. ദാറ്റ്, എന്താണ് ആ സത്യം? ഐ ആം എൻ ഔട്ട്കാസ്റ്റ്, ഞാൻ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടനാണ്. ആൻഡ് ട്രബിൾ ഗോഡ്, ഞാൻ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്. വിത്ത് യൂസ്ലെസ് ക്രൈസ്, ഒരു പ്രയോജനമില്ലാത്ത കരച്ചിലുകൾ കൊണ്ട് ഞാൻ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആ ക്രൈസ് എങ്ങനത്തെ കരച്ചിലുകളാണ് അത്? വിച്ച് ഫാൾ ഓൺ ഹിസ് ഡെഫ് ഇയേഴ്സ്, ആ കരച്ചിലുകൾ ദൈവത്തിൻ്റെ ബധിരമായ കാതുകളിൽ ചെന്ന് വീഴുന്ന ആ കരച്ചിലുകളെ കൊണ്ട് ഞാൻ ദൈവത്തെ പ്രയാസപ്പെടുത്തുകയാണ്. ആൻഡ് ഐ ടേൺ ടു മൈ സെൽഫ്, ഞാൻ എൻ്റെ സ്വന്തത്തിലേക്കും ഞാൻ തിരിഞ്ഞു. ആൻഡ് കേഴ്സ് മൈ ഫേറ്റ്, എൻ്റെ വിധിയെ ഞാൻ ശപിച്ചു. കേഴ്സ്, ശപിക്കുക, ഫേറ്റ്, വിധി. വിഷിങ്, ഞാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ട്. ദാറ്റ്, എന്താണ് ഞാൻ ആഗ്രഹിച്ചത്? ഐ ഹാഡ് മോർ ടു ഹോപ്പ് ഫോർ, എനിക്ക് പ്രതീക്ഷിക്കാൻ കൂടുതലുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്. വിഷിങ്, പിന്നെന്താഗ്രഹിച്ചുകൊണ്ട്? പിന്നെ ഐ ഹാഡ് ദിസ് മാൻസ് ഗുഡ് ലുക്സ്, ഇയാളുടെ ഈ നല്ല മുഖഛായ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ലുക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഛായക്കാണ് ലുക്സ് എന്ന് പറയുന്നത്. ഗുഡ് ലുക്സ് എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ, അതായത് അദ്ദേഹം ഓരോ വ്യക്തികളെ നോക്കി അയാളുടെ നല്ല കാര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ, മറ്റാളുടെ നല്ല കാര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പൊ വിഷിങ്, ഞാൻ തന്നെ ആഗ്രഹിച്ചുകൊണ്ട്. ഐ ഹാഡ് ദിസ് മാൻസ് ഗുഡ് ലുക്സ്, ഈ മനുഷ്യന്റെ ആ നല്ല ഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ആൻഡ് ദാറ്റ് മാൻസ് ഫ്രണ്ട്സ്, ആ മനുഷ്യന്റെ കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ. ദിസ് മാൻസ് സ്കിൽസ്, ഈ വ്യക്തിയുടെ കഴിവുകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്. ആൻഡ് ദാറ്റ് മാൻസ് ഓപ്പർച്യൂണിറ്റി, ആ വ്യക്തിയുടെ അവസരങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട്. ആൻഡ് ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ തിങ്സ് ഐ യൂഷ്വലി എൻജോയ് ദ മോസ്റ്റ്, ഞാൻ പതിവായി ഞാൻ അനുഭവിക്കാറുള്ള, ഞാൻ ആസ്വദിക്കാറുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ പൂർണ്ണമായി അതൃപ്തനായി. ആൻഡ് ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ അതൃപ്തനാവുക. വിത്ത് ദ തിങ്സ് കാര്യങ്ങളെ കൊണ്ട്. എങ്ങനത്തെ കാര്യമാണ്? ഐ യൂഷ്വലി എൻജോയ് ദ മോസ്റ്റ്, ഞാൻ വളരെ നന്നായി പതിവായി ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തൃപ്തിയില്ലാത്തതായി പൂർണ്ണമായി മാറി എന്നാണ് പറയുന്നത്. യെറ്റ്, എന്നിട്ടും, ആസ് ഐ ആം തിങ്കിങ് ദീസ് തോട്ട്സ്, ഞാൻ ഈ ചിന്തകൾ, അതായത് ഞാൻ ഈ സ്ഥാനഭ്രഷ്ടനാണ്, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്, ഞാൻ നിരാശനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അതാണ് ദീസ് തോട്ട്സ്. യെറ്റ്, എന്നിട്ടും, ആസ് ഐ ആം തിങ്കിങ് ദീസ് തോട്ട്സ്, ഞാൻ ഈ ചിന്തകളെല്ലാം
ചിന്തകളെയെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആൾമോസ്റ്റ് ഹേറ്റിംഗ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ ഏറെക്കുറെ വെറുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ വെറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ഹാപ്പൻ ടു തിങ്ക്, ഞാൻ ചിന്തിക്കാൻ ഇടയായി. ഹാപ്പൻ ടു എന്ന് പറയും, ദാറ്റ് ഈസ് എ യൂസേജ്, that is usage used in English language. It means happen to. We use happen to. After to we use verb. To എന്ന ആ വാക്കിന് ശേഷം നമ്മൾ ഒരു വെർബ്, ഒരു ക്രിയയാണ് അവിടെ കൊടുക്കല്. അപ്പൊ അതിന്റെ അർത്ഥം ഹാപ്പൻ ടു എന്ന് പറഞ്ഞാൽ ഇടയായി എന്നുള്ള അർത്ഥം. അപ്പോൾ യാദൃശികമായി സംഭവിക്കുന്ന ഒരു സംഗതിക്കാണ് അങ്ങനെ പറയല്. അപ്പോൾ ഞാൻ ഈ ചിന്തകൾ, എൻ്റെ നിരാശാജനകമായ ചിന്തകൾ ചിന്തിച്ചു കൊണ്ടിരിക്കെ ഐ ഹാപ്പൻ ടു തിങ്ക്, ഞാൻ ചിന്തിക്കാൻ ഇടയായി അബൌട്ട് യു, നിന്നെ കുറിച്ച്. അതായത് അവന്റെ കൂട്ടുകാരനെ, അവന്റെ ഫ്രണ്ടിനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് പറയണേ അബൌട്ട് യു, ഫ്രണ്ടായ നിന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ ഇടയായി. ആൻഡ് ദെൻ, അപ്പോൾ മൈ കണ്ടീഷൻ ചേഞ്ച് ഓൾ ടുഗദർ, എൻ്റെ കണ്ടീഷൻ, എൻ്റെ അവസ്ഥ തന്നെ പാടെ മാറി. ഓൾ ടുഗദർ എന്ന് പറഞ്ഞാൽ പാടെ. അപ്പോൾ എൻ്റെ കണ്ടീഷൻ തന്നെ, നിന്നെ കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ കണ്ടീഷൻ തന്നെ മാറി. കവിതയിൽ പറഞ്ഞ പോലെ അദ്ദേഹം പറയണേ, ഏതുപോലെ, ലൈക്ക് എ ലാർക്ക്, ഒരു വാനമ്പാടിയെ പോലെ. വാനമ്പാടി ഒരു പക്ഷിയാണ്, ആ പക്ഷിയോട് ഉപമിക്കുകയാണ്. എൻ്റെ അവസ്ഥ എങ്ങനെ, ഏത് രീതിയിലേക്ക് മാറി? ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക്, അതായത് വാനമ്പാടിയുടെ പക്ഷിയുടെ രൂപത്തിൽ, വാനമ്പാടി എന്ന പക്ഷിയുടെ രൂപത്തിലേക്ക് മാറി. എവിടെയുള്ള വാനമ്പാടി? അറ്റ് ഡേ ബ്രേക്ക്, പ്രഭാതത്തിലുള്ള വാനമ്പാടിയെ പോലെയായി. എങ്ങനത്തെ വാനമ്പാടിയാണ്? റൈസിംഗ് അപ്പ്, അത് പറന്നുയരുന്നു. ആൻഡ് ലിവിങ് ദ എർത്ത്, ഈ ഭൂമിയെ ഒഴിവാക്കി പോകുന്നു. ഫാർ ബിഹൈൻഡ്, ഭൂമിയെ തന്റെ പിറകിലേക്ക് ദൂരെയാക്കി പോകുന്നു. എന്തിനു വേണ്ടി? ടു സിങ് ഹിംസ് ടു ഗോഡ്, ദൈവത്തിനു വേണ്ടി ഗീതങ്ങൾ പാടാൻ വേണ്ടി ഭൂമിയെ ഒഴിവാക്കി പറന്നു പോകുന്ന വാനമ്പാടിയെ പോലെയായി എൻ്റെ അവസ്ഥ എന്ന് കവി പറയുകയാണ്. അത് അത്രയും സന്തോഷമുണ്ടായി ആര്? നിന്നെ കുറിച്ച്, ഈ ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ എന്ന് പറയുകയാണ്. whenever I remember your sweet love, എപ്പോഴാണോ, whenever എന്നറിയും, എപ്പോഴാണോ എന്നാണ് അതിന്റെ അർത്ഥം. whenever, whatever, എന്താണോ, wherever, എവിടെയാണോ എന്ന ഒരു അർത്ഥത്തിനേക്കാണ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ whenever I remember your sweet love, ഞാൻ നിന്റെ ആ മധുരമായ സ്നേഹത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ, എപ്പോഴാണോ ആലോചിച്ചത്, ആ ആലോചിച്ചപ്പോഴെല്ലാം ഐ ഫീൽ സോ വെൽത്തി, ഞാൻ വളരെ സമ്പന്നനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. നിന്നെ കുറിച്ച്, നിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോഴൊക്കെ ഞാൻ വലിയ സമ്പന്നനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എത്രത്തോളം സമ്പന്നനാണ്? ദാറ്റ് ഐ കനോട്ട് ഈവൻ തിങ്ക്, ഞാൻ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. ടു ചേഞ്ച് മൈ പ്ലേസ് ഈവൻ വിത്ത് കിങ്സ്, എന്റെ സ്ഥാനം അത് രാജാക്കന്മാരുടെ സ്ഥാനമായി മാറണം എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു രൂപത്തിലേക്ക് ഞാൻ സമ്പന്നനായി പോയി. അതായത് കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എനിക്ക് രാജാവിന്റെ ഒരു സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ, രാജാവിനെ പോലെ ആയിരുന്നെങ്കിൽ. പക്ഷെ നിന്നെ കുറിച്ച് ഓർത്തപ്പോ രാജാവിന്റെ സ്ഥാനം എനിക്ക് വേണം എന്ന ആ ഒരു ചിന്തിക്കാൻ പോലും എനിക്ക് അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ആവശ്യം വരെ ചിന്തിക്കാൻ സാധിക്കാത്തതുപോലെയായി, ചിന്തിക്കാൻ കഴിയാത്തതായി എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് മൊഡ്യൂൾ, വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ പോയറ്റ് ഇൻ വിച്ച് ദ പോയം വാസ് റിട്ടൺ? ഈ സോണറ്റ് 29 എന്ന കവിത എന്തൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് കവി എഴുതിയിട്ടുള്ളത്? സോണറ്റ് 29 എന്ന ഈ കവിത എന്തൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് കവി എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സ്റ്റേറ്റ് സിറ്റുവേഷൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പറഞ്ഞ മാനസിക അവസ്ഥ. അപ്പോൾ ഏതൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് കവി ഈ കവിത എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ആണ് പറയാൻ പോകുന്നത്. An examination of Shakespeare's life around the time he wrote Sonnet 29. അതായത് സോണറ്റ് 29 എഴുതിയ ആ കാലത്തെ
എഴുതിയ ആ സമയത്തുള്ള ഷേക്സ്പിയറുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, അപ്പോൾ ഈ സോണറ്റ് 29 എന്ന ആ കവിത എഴുതിയ ആ സമയത്തെ ഷേക്സ്പിയറുടെ ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ, an examination of Shakespeare's life around the time he wrote Sonnet 29 reveals, അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ റിവീൽസ്, അത് വെളിപ്പെടുത്തി തരുന്നു നമുക്ക് ടു ട്രോമാറ്റിക് ഈവൻസ്, രണ്ട് പ്രയാസകരമായ രണ്ട് സംഭവങ്ങളെയാണ് ഈ ഒരു സോണറ്റ് ഏതൊരു അവസ്ഥയിലാണ് എഴുതിയെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് അത് വെളിപ്പെടുത്തി തരുന്നത്. ഈ രണ്ട് സംഭവങ്ങൾ that may have shaped the theme of the sonnet, ഈ രണ്ട് സംഭവങ്ങളായേക്കാം, may have ഒരു പക്ഷെ ആയേക്കാം, shaped the theme of the sonnet, ഈ ഒരു സോണറ്റ് എന്ന കവിതയുടെ തീം, പ്രമേയത്തെ രൂപപ്പെടുത്തിയത് ഒരു പക്ഷേ ഈ രണ്ട് സംഭവങ്ങളായേക്കാം. ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാകാം ഷേക്സ്പിയർ ഈ ഒരു കവിത എഴുതാൻ കാരണമായത് എന്നാണ് പറയുന്നത്. ഇൻ 1592, 1592 the London theatres closed due to a severe outbreak of plague. 1592 ലണ്ടൻ തിയേറ്ററുകൾ, അതായത് തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് നാടകം അവതരിപ്പിക്കുന്ന സ്ഥലങ്ങള്, അന്നത്തെ കാലത്ത് നാടകമാണല്ലോ ഉള്ളത്. അപ്പോ ഷേക്സ്പിയർ നാടകകൃത്താണ്, നാടകം എഴുതുന്ന ആളാണ്. അപ്പോ സ്വാഭാവികമായിട്ടും 1592 ദ ലണ്ടൻ തിയേറ്റേഴ്സ് ക്ലോസ്ഡ്, അത് ലണ്ടൻ തിയേറ്റേഴ്സുകളൊക്കെ അടക്കപ്പെട്ടു. കാരണം എന്താ? ഡ്യൂ ടു എന്ന് പറഞ്ഞ കാരണമായി എന്നാണ് അർത്ഥം. ഡ്യൂ ടു എ സീവിയർ ഔട്ട്ബ്രേക്ക് ഓഫ് പ്ലേഗ് രോഗത്തിന്റെ കഠിനമായ തീവ്രമായ ഒരു പൊട്ടിപ്പുറപ്പാട് കാരണമായിട്ട് തിയേറ്ററുകളൊക്കെ അടച്ചു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പാൻഡമിക് പോലെ അക്കാലത്തുണ്ടായിരുന്ന ഒരു പാൻഡമിക് ആയിരുന്നു അത്. പാൻഡമിക് മാരക രോഗം, പാൻഡമിക് നമ്മുടെ കൊറോണ വൈറസ് പോലെ അന്നുണ്ടായിരുന്ന ഒരു മാരക രോഗമാണ് പ്ലേഗ്. അപ്പൊ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് വിനോദ കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ലണ്ടൻ തിയേറ്ററുകളൊക്കെ അടച്ചിട്ടു. സീവിയർ എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം കഠിനമായ, തീവ്രമായ, ഔട്ട്ബ്രേക്ക് പറഞ്ഞ പൊട്ടിപ്പുറപ്പാട്, പ്ലേഗ് എന്ന് പറഞ്ഞാൽ പ്ലേഗ് രോഗം. അപ്പൊ ആ പ്ലേഗിന്റെ പൊട്ടിപ്പുറപ്പാട് കാരണമായിട്ട് 1592 ലണ്ടൻ തിയേറ്റേഴ്സുകളൊക്കെ ക്ലോസ് ചെയ്തു. അപ്പൊ although it is possible that although it is possible that Shakespeare toured the outlying areas of London, ലണ്ടനിലെ ദൂരസ്ഥലങ്ങളിലൊക്കെ ഷേക്സ്പിയർ യാത്ര ചെയ്യാൻ, സഞ്ചാരം നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ പോലും, ഓൾദോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പോലും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പോസിബിൾ, സാധ്യമാവുക. അപ്പൊ ഷേക്സ്പിയർ ഈ ഒരു കാലഘട്ടത്തില് എന്തായി, ലണ്ടനിലെ ദൂര സ്ഥലങ്ങളിലൊക്കെ സഞ്ചാരം നടത്താൻ, യാത്ര ചെയ്യാനൊക്കെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സർട്ടൻ, ഏകദേശം ഉറപ്പാണ്. ദാറ്റ്, എന്താണ് ഉറപ്പ്? ഹി ലെഫ്റ്റ് ദ തിയേറ്റർ എൻറ്റയർലി, അദ്ദേഹം തിയേറ്ററിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഡ്യൂറിങ് ദിസ് ടൈം, ഈ ഒരു പ്ലേഗിന്റെ സമയത്ത്. എന്തിനു വേണ്ടിയാണ് ഉപേക്ഷിച്ചത്? ടു വർക്ക് ഓൺ ഹിസ് സോണറ്റ്സ്. ടു വർക്ക് ഓൺ എന്ന് പറഞ്ഞാല് സ്പെൻഡ് ടൈം എന്നാണ്. വർക്ക് ഓൺ എന്നതിന്റെ അർത്ഥം സ്പെൻഡ് ടൈം, സമയം ചെലവഴിക്കുക. ടു വർക്ക് ഓൺ ഹിസ് സോണറ്റ്, അദ്ദേഹത്തിന്റെ സോണറ്റില് സമയം ചെലവഴിക്കാൻ, ഈ സോണറ്റ് എഴുതിക്കൊണ്ട് സമയം ചെലവഴിക്കാൻ വേണ്ടി ഈ ഒരു പ്ലേഗ് പടർന്നു പിടിച്ച ആ കാലഘട്ടത്തിൽ അദ്ദേഹം തിയേറ്ററുകളൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഏകദേശം ഉറപ്പാണ്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം, സെർട്ടൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, സുനിശ്ചിതമാണ് എന്നൊക്കെയാണ് അർത്ഥം. ദ ക്ലോസിംഗ് ഓഫ് ദ പ്ലേ ഹൗസസ്, അപ്പൊ പ്ലേ ഹൗസസ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ എന്നുള്ള അർത്ഥം തന്നെ. ദ ക്ലോസിംഗ് ഓഫ് ദ പ്ലേ ഹൗസസ് മെയ്ഡ് ഇറ്റ് ഹാർഡ് ഫോർ ഷേക്സ്പിയർ. അപ്പോൾ ഈ തിയേറ്ററുകളൊക്കെ അടച്ചത് ഷേക്സ്പിയറിന് വളരെ പ്രയാസമുണ്ടാക്കി. മെയ്ഡ് ഹാർഡ്, മേക്ക് ഹാർഡ്, പ്രയാസമുണ്ടാക്കാം. അപ്പോൾ പ്ലേ ഹൗസുകളൊക്കെ അടച്ചത് ഷേക്സ്പിയറിന് വളരെ പ്രയാസമുണ്ടാക്കി. ആൻഡ് അതർ ആക്ടേഴ്സ് ഓഫ് ദ ഡേ, ആ കാലത്തുണ്ടായിരുന്നു. ദ ഡേ എന്ന് പറഞ്ഞാല് ആ കാലത്തുണ്ടായിരുന്ന അഭിനേതാക്കൾക്കൊക്കെ അത് വളരെ പ്രയാസമുണ്ടാക്കി. ടു ഏൺ എ ലിവിങ്, ഒരു ഉപജീവന മാർഗം, ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക എന്നൊക്കെയാണ്. അപ്പൊ ഉപജീവന മാർഗം സമ്പാദിക്കാൻ വളരെ
പ്രയാസമായി തീർത്തു ഈ പ്ലേ ഹൗസ് ഒക്കെ അടച്ചപ്പോ. വിത്ത് പ്ലേഗ് ആൻഡ് പോവർട്ടി ലൂമിങ്, വിത്ത് പ്ലേഗ് ആൻഡ് പോവർട്ടി ലൂമിങ്, ഈ ശക്തമായ ലൂമിങ് എന്ന് പറഞ്ഞ പ്രകടമായ, അപ്പോ ശക്തമായി സംഭവിച്ച ദാരിദ്ര്യം, പ്ലേഗും ആൻഡ് പോവർട്ടി ലൂമിങ്. ലൂമിങ് എന്നൊക്കെ പറഞ്ഞാല് ഇനി സംഭവിക്കാൻ പ്രതീക്ഷിക്കുന്ന, അതായത് സംഭവിക്കാൻ ഇടയാവുന്ന. അപ്പോ പ്ലേഗ് കൊണ്ടും സംഭവിക്കാൻ ഇടയാവുന്ന ദാരിദ്ര്യം കൊണ്ടെല്ലാം ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ്, ഇത് പ്രതീക്ഷിക്കുന്നു, ദാറ്റ് ഹി വുഡ് ഫീൽ ഇൻ ഡിസ്ഗ്രേസ് വിത്ത്, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ്, ഇത് പ്രതീക്ഷിക്കപ്പെടുന്നു, ദാറ്റ് എന്ത് ഷേക്സ്പിയർ ഹി വുഡ് ഫീൽ, അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുണ്ടാകും ഇൻ ഡിസ്ഗ്രേസ് വിത്ത് ഫോർച്യൂൺ, ഭാഗ്യവുമായി അദ്ദേഹം അപമാനിതനായിട്ടുണ്ടെന്ന്, അദ്ദേഹം അപമാനിതം നേരിട്ടതായി അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഈ പ്ലേഗും പോവർട്ടിയെല്ലാം കാരണമായിട്ട്. അതാണ് ഒരു കാരണം. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് സംഭവങ്ങളായിരിക്കും ഷേക്സ്പിയറിന്റെ ജീവിതകാലത്തുണ്ടായ രണ്ട് സംഭവങ്ങളാണ് ഈ ഒരു സോണറ്റ് എഴുതാൻ ഉണ്ടായതെന്ന് പറഞ്ഞു. അതിൽ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, പ്ലേഗ് കാരണമായിട്ട് തിയേറ്ററുകളെല്ലാം അടച്ചിട്ടു. അപ്പൊ അത് കാരണമായി അദ്ദേഹത്തിന് ഭയങ്കര ഒരു നിരാശ ഉണ്ടായിന്. ഇനി രണ്ടാമത്തെ ഒരു സംഭവം മോറോവർ എന്ന് പറഞ്ഞാൽ അതിനു പുറമെ ഇൻ 1592 1592 there came a scathing attack on Shakespeare. ഷേക്സ്പിയറിന് ഒരു വളരെ കഠിനമായ, സ്കേത്തിങ് എന്ന് പറഞ്ഞാല് കഠിനമായ അറ്റാക്ക്, ഒരു ആക്രമണം എന്ന് പറഞ്ഞാല് ശാരീരികമായ ആക്രമണമല്ല, സാഹിത്യ ആക്രമണം എന്നാണ് ഉദ്ദേശം. അപ്പോ ഷേക്സ്പിയറിന് 1592 ഷേക്സ്പിയറിനെതിരെ ഒരു കഠിനമായ ആക്രമണം വന്നു. ആരാണ് ആക്രമിച്ചത്? ബൈ ഡ്രാമാറ്റിസ്റ്റ് റോബർട്ട് ഗ്രീൻ. നാടകകൃത്തായ റോബർട്ട് ഗ്രീന്റെ ഭാഗത്തു നിന്നാണ് ആ അറ്റാക്ക് ഉണ്ടായത്. ഒരു സാഹിത്യമായ അറ്റാക്കാണ് ഉണ്ടായത്. റോബർട്ട് ഗ്രീൻ എന്തായി? വാണ്ട് 3 of his fellow playwrights, തന്റെ സഹ നാടകകൃത്തുക്കളായ മൂന്നാളുകൾക്ക് മുന്നറിയിപ്പ് നൽകി. ദാറ്റ് എന്താ മുന്നറിയിപ്പ് നൽകിയത്? വാൺ എന്ന് പറഞ്ഞാല് ഹൂ വാൺ, ഹൂ എന്നുള്ളതിനോട് സ്പേസ് മിസ്സായിട്ടുണ്ട്, അവിടെ സ്പേസ് ഇട്ട് വായിക്കണം. അപ്പൊ ഹൂ വാണ്ട്, റോബർട്ട് ഗ്രീൻ മുന്നറിയിപ്പ് നൽകി 3 of his fellow playwrights, തന്റെ ഫെല്ലോ എന്ന് പറഞ്ഞ സഹപാഠി അല്ലെ സഹപ്രവർത്തകൻ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ, അതായത് നമ്മുടെ ഒപ്പം ഉള്ള ആള്, കൂട്ടുകാരൻ എന്ന അർത്ഥമൊക്കെ വെക്കാം. അപ്പോൾ തന്റെ കൂട്ടുകാരായ പ്ലേറൈറ്റ്സ്, മൂന്ന് നാടകകൃത്തുകളോട് ഈ റോബർട്ട് ഗ്രീന് വാൺ ചെയ്തു, മുന്നറിയിപ്പ് നൽകി. ദാറ്റ് എന്താണ് മുന്നറിയിപ്പ് നൽകിയത്? There is an abstract crow beautified with our feathers, supposes it as well able to bombast out a blank verse. അതായത് ഷേക്സ്പിയറെ പരിഹസിച്ച് കൊണ്ട് റോബർട്ട് ഗ്രീൻ തന്റെ സഹപാഠികളായ 3 നാടകകൃത്തുകളോട് ഈ വരിയിലൂടെ പറയണേ, there is an abstract crow, ഒരു അബ്സ്ട്രാക്ട് ക്രോ ഉണ്ട് ട്ടോ. അതായത് അബ്സ്ട്രാക്ട് ക്രോ എന്ന് പറയുന്നത് ഷേക്സ്പിയറിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലേക്ക് പുതിയതായി ഇറങ്ങിയ ആൾ, എന്നാൽ അദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ല, അതിനാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുക. അബ്സ്ട്രാക്ട് എന്ന പദം ആ ഒരു ഇതിലാണ് ഉപയോഗിക്കാറുള്ളത്. ഏതൊരു കാര്യത്തിന്റെയും പുതിയ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയും എന്നാൽ പഴയ ആളുകളെ പോലെ, നല്ല എക്സ്പീരിയൻസ് ആയ ആളുകളെക്കാൾ തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അറിയിക്കുന്ന രീതിയിൽ പ്രകടനപരത നടത്തുന്ന ആളുകളെ കുറിച്ചാണ് അബ്സ്ട്രാക്ട് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ഷേക്സ്പിയറിനെ കുറിച്ച് അബ്സ്ട്രാക്ട് ക്രൗ എന്ന് പറയാണ്. ക്രൗ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം, ക്രോ നമ്മൾ പറയാറുള്ള കാക്ക, പക്ഷിയാണ്. അപ്പൊ ആ പക്ഷിയെ കുറിച്ചാണ്
പക്ഷിയോട് ഉപമിക്കുകയാണ്. അപ്പൊ അബ്സ്ട്രാക്ട് ക്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഷേക്സ്പിയറിനെ കളിയാക്കി പറയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഏതൊരു ജോലിക്കാണെങ്കിലും ആ ജോലിയിൽ കയറിയ പുതിയ ആളാണ്, പക്ഷെ പഴയ ആളുകളെ പോലെ, എക്സ്പീരിയൻസ് ആയ ആളുകളെ പോലെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഒരു പ്രവർത്തിക്കുന്ന ആള്, എന്നാൽ അദ്ദേഹത്തിനൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പരിചയ സമ്പത്തില്ലാത്ത ഒരു പുതിയ ഒരു കാക്കയാണ് ഷേക്സ്പിയർ എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് ഒരു കഴിവുമില്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട്. ബ്യൂട്ടിഫൈഡ്, ആ എങ്ങനത്തെ കാക്കയാണ് ബ്യൂട്ടിഫൈഡ്, ആ കാക്കക്ക് ഭംഗി നൽകപ്പെട്ടിരിക്കുന്നു വിത്ത് അവർ ഫെദേഴ്സ്, നമ്മുടെ ചിറക് കൊണ്ടാണ് ആ കാക്കക്ക് ഭംഗി നൽകപ്പെട്ടത്, അങ്ങനത്തെ കാക്കയാണ് അത്. സപ്പോസസ്, ആ കാക്ക ചിന്തിക്കുന്നത് എന്താണ്, അവൻ സങ്കല്പിക്കുന്നത് എന്താ, he is as well able to bombast out a blank verse. ഒരു ബ്ലാങ്ക് വേസ് എന്ന് പറഞ്ഞ ഒരു കവിതയുടെ വരിനെ കുറിച്ചാണ് ബ്ലാങ്ക് വേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഇതൊന്നും ഇല്ലാതെ റൈമിങ് വേർഡ്സോ അങ്ങനെയൊന്നും ഇല്ലാതെ എഴുതുന്ന കവിതകൾക്കാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയാം. അപ്പോ ബോംബാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് പ്രയോഗം നടത്തുക, വളരെ വലിയ വാക്ക് പ്രയോഗം നടത്തുന്നതിനാണ് ബോംബാസ്റ്റ് എന്ന് പറയാ. അപ്പോ ഈ റോബർട്ട് ഗ്രീൻ ഈ വരിയിലൂടെ പറയാണ്, ഈ നമ്മുടെ ഷേക്സ്പിയറെ കുറിച്ച് കളിയാക്കി പറയാണ്, ആ ഷേക്സ്പിയർ അബ്സ്ട്രാക്ട് ക്രൗ ആണ്. എങ്ങനത്തെ അബ്സ്ട്രാക്ട് ക്രൗ, നമ്മുടെ തൂവൽ, നമ്മുടെ ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ തൂവൽ, അപ്പൊ തൂവലുകൾ കൊണ്ട് ഭംഗി ഉണ്ടാക്കിയ ക്രൗ. ആ ക്രൗ സപ്പോസസ്, ആ ക്രോ എന്നാണ് പ്രൊണൗൺസിയേഷൻ. അപ്പൊ സപ്പോസസ് ക്രോ എന്നാണ് ഉച്ചാരണം. അപ്പോ ആ കാക്ക സപ്പോസസ് ചിന്തിക്കുകയാണ്, ഹി ഈസ് ആസ് വെൽ എബിൾ ടു ബോംബാസ്റ്റ് ഔട്ട് എ ബ്ലാങ്ക് വേഴ്സ്. ഒരു ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, റൈമിംഗ് വേർഡ്സ് ഇല്ലാതെ ഉണ്ടാക്കുന്ന കവിതകൾക്കാണ് ബ്ലാങ്ക് വേഴ്സ് പറയുന്നത്. അപ്പോ എനിക്ക് ബ്ലാങ്ക് വേഴ്സ് ഉണ്ടാക്കാൻ നല്ല പദങ്ങൾ, ബോംബാസ്റ്റ് പറഞ്ഞാൽ നല്ല പദങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുക, നല്ല പദങ്ങൾ ഉപയോഗിച്ച് ഒരു ബ്ലാങ്ക് വേഴ്സ് ഉണ്ടാക്കാൻ അറിയുമെന്നാണ് ആ കാക്ക ചിന്തിക്കുന്നത് എന്ന് കളിയാക്കിക്കൊണ്ട് റോബർട്ട് ഗ്രീന് പറയുകയുണ്ടായി. ഡ്രാമറ്റിസ്റ്റായ, നാടകകൃത്തായ റോബർട്ട് ഗ്രീന് പറയുകയുണ്ടായി. അപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു അറ്റാക്ക്, ഒരു സാഹിത്യപരമായ ഒരു അറ്റാക്ക് ഷേക്സ്പിയറിന് 1592 നേരിടേണ്ടി വന്നു. ഇതാണ് രണ്ടാമത്തെ സംഭവം. ഷേക്സ്പിയർ സോണറ്റ് 29 എന്ന കവിത എഴുതാനുള്ള കാരണങ്ങളിൽ രണ്ടാമത്തെ ഒരു കാരണമായി സങ്കല്പിക്കപ്പെടുന്നത് ഈ ഒരു അറ്റാക്കാണ്. വൺ ക്യാൻ ഓൺലി ഇമാജിൻ, ഒരാൾക്ക് ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ, വാട്ട് ഗ്രീഫ്, എന്തൊരു ദുഃഖമാണ്, ദിസ് അസോൾട്ട് എന്ന് പറഞ്ഞ ആക്രമണം തന്നെ, അറ്റാക്ക് എന്ന അർത്ഥം തന്നെ. ദിസ് അസോൾട്ട് മസ്റ്റ് ഹാവ് കേഴ്സ്ഡ് ഷേക്സ്പിയർ, ഈ ഒരു ആക്രമണം എന്തൊരു ദുഃഖം ഷേക്സ്പിയറിന് ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് ഒരാൾക്ക് ചിന്തിക്കാൻ മാത്രമേ ഉള്ളൂ. വൺ ക്യാൻ ഓൺലി ഇമാജിൻ, സങ്കല്പിക്കാൻ മാത്രമേ ഉള്ളൂ. വാട്ട് ഗ്രീഫ്, എന്തൊരു ദുഃഖമാണ്, ദിസ് അസോൾട്ട്, ഈ ഒരു ആക്രമണം, മസ്റ്റ് ഹാവ്, എന്തായാലും കോസ്ഡ്, കാരണമാക്കിയിട്ടുണ്ടാവും, ദുഃഖത്തിന് കാരണമാക്കിയിട്ടുണ്ടാവും ഷേക്സ്പിയറിന്റെ ദുഃഖത്തിന് കാരണമാക്കിയിട്ടുണ്ടാകും എന്നത് ഒരാൾക്ക് ചിന്തിക്കാൻ മാത്രമുള്ളൂ. ദിസ് അസോൾട്ട് അവിടെ ഹൈഫൺ ഇട്ടിട്ട് ദിസ് ഡെത്ത് ബെഡ് അസോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഈ ഒരു മരണശയ്യയിൽ കിടക്കുന്ന ആക്രമണം എന്നൊരു അർത്ഥത്തിൽ. അത് ആ റോബർട്ട് ഗ്രീന്റെ ആ ഒരു സാഹിത്യമായ ആക്രമണത്തെ അങ്ങനെ ഒന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളൂ. ഓൾ ഈസ് നോട്ട് ലോസ്റ്റ്, എല്ലതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. ഹൗവർ, എങ്ങനെയായിരുന്നാലും, ഇപ്പൊ ഇങ്ങനൊക്കെ ഒരു ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായാലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ദ സോണറ്റ് എൻഡ്സ്, നമ്മുടെ ഈ കവിത സോണറ്റ് 29 എൻഡ്സ്, അത് അവസാനിക്കുന്നത് വിത്ത് എ പോസിറ്റീവ് അഫർമേഷൻ, ഒരു നല്ല അഫർമേഷൻ, ഉറപ്പോട് കൂടെയാണ്, നല്ലൊരു ഉറപ്പിച്ച് പറയലോട് കൂടെയാണ്. എന്താണ് ഉറപ്പിച്ച് പറയുന്നത്? അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയുക. ദാറ്റ്, എന്താണ് ഉറപ്പിച്ച് പറയുന്നത്? ദ പോയറ്റ് ക്യാൻ കോംബാറ്റ് ഹിസ് ആംഗിഷ്, അദ്ദേഹം, ഈ കവിയായ ഷേക്സ്പിയറിന് ക്യാൻ കോംബാറ്റ്, അദ്ദേഹത്തിന് എതിരിടാൻ പറ്റും, പോരാടാൻ പറ്റും, ഹിസ് ആംഗിഷ്, അദ്ദേഹത്തിന്റെ മാനസികമായ അസ്വസ്ഥതയോട് അദ്ദേഹത്തിന് പോരാടാൻ പറ്റും. വിത്ത് ദ സ്വീറ്റ് ലവ് ഓഫ് ഹിസ് ഡിയർ ഫ്രണ്ട്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട
കൂട്ടുകാരന്റെ മധുരമായ സ്നേഹം കൊണ്ട് ഈ മാനസിക വേദനയെ നേരിടാൻ ഈ പോയറ്റിന്, കവിക്ക് പറ്റുമെന്ന് ഈ കവിതയുടെ അവസാനം ഉറപ്പിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇതില് പറയുന്നത്. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ആൻസറായി വന്നത്, ഈ ക്വസ്റ്റ്യൻ വന്നത് ഏതൊരു സിറ്റുവേഷനിലാണ് സോണറ്റ് 29 എഴുതി എന്നതാണ്. അതിനുത്തരം പറഞ്ഞു, രണ്ട് സംഭവങ്ങളായേക്കാം ഇങ്ങനെ ഒരു സോണറ്റ് എഴുതാനുണ്ടായ കാരണം. അതിൽ ഒന്നാമത്തെ സംഭവം തിയേറ്ററുകൾ പ്ലേഗ് കാരണമായി അടച്ചത് കൊണ്ട് ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തൊരവസ്ഥയായി. പിന്നെ രണ്ടാമത്തത് ഈ ഒരു അറ്റാക്കും. ഈ അതിന്റെ അടുത്ത സബ് ടൈറ്റിൽ സോണറ്റ് 29 ദ ഫാക്ട്സ്, അതായത് ആ സോണറ്റ് 29ലുള്ള വസ്തുതകൾ, ദ ഫാക്ട്സ് എന്ന വസ്തുതകൾ, അതിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ സോണറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ അതിൽ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ദ ഫാക്ട്സ് എന്ന് പറഞ്ഞാല് സംഭവങ്ങൾ, വസ്തുതകൾ എന്നൊക്കെയാണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പരമ്പരയാണ്. ഈ സോണറ്റ് 29, അതായത് അതിന്റെ വിശദീകരണം കൊടുക്കണം. സോണറ്റ് 29 ഈസ് എ പാർട്ട് ഓഫ് ദ ഫയർ യൂത്ത് സോണറ്റ്സ്. ഫയർ യൂത്ത് സോണറ്റ്സ് എന്ന ഒരു സോണറ്റുകളുടെ ഒരു കൂട്ടമുണ്ട്. അപ്പൊ അതിലെ ഒരു ഭാഗമാണ് സോണറ്റ് 29 എന്നാണ് പറയുന്നത്. അപ്പൊ സീക്വൻസ് എന്ന, അപ്പൊ ഫയർ യൂത്ത് സോണറ്റ്സ് എന്ന ഒരു വലിയ സോണറ്റുകളുടെ കൂട്ടത്തിന്റെ ഒരു ശ്രേണി, ഒരു ഭാഗമായിട്ട്, അതിന്റെ ഒരു പരമ്പരയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ സോണറ്റ് 29 ഉള്ളത്. കീ തീംസ്, പ്രധാനമായ പ്രമേയങ്ങൾ, തീംസ്, കവിതയിലെ പ്രധാന പ്രമേയങ്ങൾ. അത് സെൽഫ് പിറ്റി, സ്വന്തത്തോട് അലിവ് തോന്നുക, സെൽഫ് ഹേറ്റഡ്, സ്വന്തത്തോട് വെറുപ്പ്. പിന്നെ ലവ്, സ്നേഹം, ഓവർകമ്മിങ് ഫീലിംഗ് ഓഫ് സെൽഫ് ഡിപ്രക്കേഷൻ, സ്വയം മാനസിക വിഷാദത്തെ, സ്വന്തമായ നൈരാശ്യത്തെ മറികടക്കുന്ന, സ്വന്തമായ നൈരാശ്യത്തിന്റെ തോന്നലുകളെ മറികടക്കുന്ന സ്നേഹം, ലവ്, സ്നേഹം, ഓവർകമ്മിങ്, മറികടക്കുന്ന, ഫീലിങ്സ് ഓഫ് സെൽഫ് ഡിപ്രക്കേഷൻ, സ്വന്തമായ നൈരാശ്യത്തിന്റെ സെൽഫ് ഡിപ്രക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആത്മനൈരാശ്യത്തിന്റെ അനുഭവങ്ങളെ മറികടക്കുന്ന, അതിന്റെ തോന്നലുകളെ മറികടക്കുന്ന ലവ്, സ്നേഹം. ഇതാണ് ഈ സെൽഫ് പിറ്റി, സെൽഫ് ഹേറ്റഡ്, ലവ്, ഓവർകമ്മിങ് ഫീലിങ്സ് ഓഫ് സെൽഫ് ഡിപ്രക്കേഷൻ. ഈ മൂന്ന് സംഭവമാണ് പ്രധാനപ്പെട്ട കവിതയുടെ തീമുകൾ. എക്സാമിനൊക്കെ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ, ഇതേ ഒരു പദങ്ങൾ മനസ്സിൽ ബൈഹാർട്ട് ആക്കി വെച്ചാൽ വളരെ യൂസ്ഫുൾ ആകും, വളരെ എഫക്റ്റീവ് ആവും നമ്മളെ എഴുത്തിനൊക്കെ. അപ്പോൾ സ്റ്റൈൽ, ഇനി കവിതയുടെ സ്റ്റൈൽ. സോണറ്റ് 29 ഈസ് written in iambic pentameter and follows the traditional sonnet form. അപ്പോൾ ഈ കവിതയുടെ രീതി എന്താണ്, സ്റ്റൈല്, അതാ പറഞ്ഞത്. സോണറ്റ് 29 is written in iambic pentameter. അയാംബിക് പെന്റാമീറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അയാംബിക് പെന്റാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഭാഷയിലുള്ള കവിതക്കും അതിന്റെ താളക്രമം ഉണ്ടാവും. ഇപ്പൊ ഇംഗ്ലീഷിലെ കവിതയിലെ ഒരു താളക്രമത്തിന്റെ പേരാണ് അയാംബിക് പെന്റാമീറ്റർ. അത് വളരെ വിശാലമായിട്ട് അതിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെതായ അയാംബിക് പെന്റാമീറ്റർ എന്താണെന്ന് അതിൻ്റെതായ കവിതയെ ഡീറ്റെയിൽ ആയി പഠിക്കുന്ന വിഷയങ്ങളിൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ അയാംബിക് പെന്റാമീറ്റർ എന്ന അത് ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഒരു കവിതയുടെ ഒരു റിതമാണ് അയാംബിക് പെന്റാമീറ്റർ. ആ ഒരു അയാംബിക് പെന്റാമീറ്ററിലാണ് ഈ സോണറ്റ് 29 എഴുതിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഫോളോസ്, ഈ സോണറ്റ് 29 പിന്തുടർന്നിട്ടുള്ളത് ദ ട്രഡീഷണൽ സോണറ്റ് ഫോം, ഒരു പരമ്പരാഗതമായ ഒരു സോണറ്റിന്റെ രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. റെയിം സ്കീം, ഇതിലെ പ്രാസം, റെയിം സ്കീം എന്ന് പറഞ്ഞാല് പ്രാസം, നമ്മുടെ കവിതയിലെ പ്രാസം എന്നൊക്കെ പറയാലോ മലയാളത്തിൽ. ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി ജി ഇങ്ങനെയാണ്. അതായത് റെയിം സ്കീം എന്ന് പറഞ്ഞാല് നമ്മുടെ ഓരോ വരിയുടെയും അവസാനത്തെ സൗണ്ട്സ്, നമ്മളെ ഉച്ചാരണങ്ങൾ ഒരുപോലെ വരിക, ഒരുപോലത്തെ ഉച്ചാരണങ്ങളാവുക. അപ്പൊ ഫസ്റ്റത്തെ വരിയും മൂന്നാമത്തെ വരിയും ഒരേ ഉച്ചാരണമാവും. അതുകൊണ്ടാണ് എ ബി കഴിഞ്ഞിട്ട് പിന്നെ എ വന്നത്. പിന്നെ
രണ്ടാമത്തെ വരിയുടെ അവസാനത്തെ പദത്തിന്റെ ഉച്ചാരണവും നാലാമത്തെ വരിയുടെ അവസാനത്തെ പദത്തിന്റെ ഉച്ചാരണവും ഒന്നായിരിക്കും. അതാണ് എ ബി എന്ന് വന്നത്. ഓക്കെ. പിന്നെ സി ഡി അതെ. പിന്നെ മൂന്നാമത്തെ ലൈനിലെ അവസാനത്തെ പദത്തിന്റെ ഉച്ചാരണവും ആറാമത്തെ ലൈനിന്റെ അവസാനത്തെ പദത്തിന്റെ ഉച്ചാരണവും ഒരുപോലെയായിരിക്കും. സോറി, മൂന്നാമത്തെ ലൈനല്ല, അഞ്ചാമത്തതിൻ്റെയും ഏഴാമത്തിൻ്റെയും പദത്തിന്റെ ലൈനിന്റെ അവസാനത്തെ പദത്തിന്റെ സൗണ്ട്സുകൾ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് സി എന്നത്. അങ്ങനെ ഓരോന്ന് ഇതിൽ കവിത ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഏതായാലും കവിത നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് റെയിം സ്കീം. അതിലെ റെയിം സ്കീം എന്താണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും എക്സാമിന് ഈ കവിതയെ കുറിച്ച് എഴുതാൻ വന്നാൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് അയാംബിക് പെന്റാമീറ്ററിൽ എഴുതിയിട്ടുള്ള കവിതയാണ്. പിന്നെ അതിന്റെ പ്രധാന പ്രമേയങ്ങൾ, തീംസുകൾ ഇതാണ്. ഇത് ഫെയർവിത്ത് സോണസ് എന്നതിന്റെ ഒരു പരമ്പരയുടെ ഒരു ഭാഗമാണ്. പിന്നെ അതിന്റെ റെയിം സ്കീം എ ബി സി ഡി ഇ എഫ് ജി എന്നതാണ്. എന്നൊക്കെ എഴുതുമ്പോ ആ കവിതയെ കുറിച്ച് നല്ല ഒരു ഉത്ബോധമുണ്ടെന്ന് വാലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.